ലോകത്ത് വാണിജ്യരംഗത്തെ ഏറ്റവും ചടുലമായ മേഖലയാണ് പരസ്യം. ഡിജിറ്റൽ വിപ്ലവത്തിന് ശേഷം പരസ്യങ്ങളുടെ രീതിയും ഭാവവും ആകെ മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനിലേക്ക് ഒരു ബ്രാൻഡിനെ എങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ച് ഇന്ന് വലിയ പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. ഈ മേഖലയിലെ പുതിയ ട്രെൻഡുകളെക്കുറിച്ചും മാറുന്ന തന്ത്രങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഇന്ന് എന്നോടൊപ്പമുള്ളത് മൈത്രി അഡ്വർടൈസിംഗ് സീനിയർ ഐഡിയേഷൻ എക്സിക്യൂട്ടീവായ അജീഷ് രാമനാണ്. നമസ്കാരം അജീഷ്. നമസ്കാരം. ഈ പഴയ കാലത്തെ പത്ര ദൃശ്യമാധ്യമ പരസ്യങ്ങളിൽ നിന്ന് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇവയെ വിലയിരുത്തുന്നത്? ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടത്തെ പരസ്യം എന്നുള്ളത് എപ്പോഴും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോ നമ്മളൊരു ടിവിയിൽ വരുന്ന പരസ്യം അല്ലെങ്കിൽ ഒരു പത്രത്തിൽ വരുന്ന പരസ്യം എന്തൊക്കെ എടുത്താലും നമ്മളൊരു പരസ്യം കാണുന്നു, അത് ഓർത്ത് വയ്ക്കുന്നു അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാതിരിക്കുന്നു, അതവിടെ വിടുന്നു. ഈ രണ്ട് ഓപ്ഷനാണുള്ളത്. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പരസ്യങ്ങൾ കുറെ കൂടെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എങ്ങനെയെന്നാ നമുക്ക് ഈ ബ്രാൻഡുകളും അതുപോലെ തന്നെ ഈ ഉപഭോക്താക്കളും കസ്റ്റമേഴ്സും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. നമ്മളിപ്പോ ഒരു പരസ്യം ഇന്ന് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ ഉടനെ ഒന്നിക്കൽ അത് ഉപയോഗിച്ചവരാണെന്ന് പറയും അതൊരു മസ്റ്റ് ട്രൈ ആണെന്ന്. അത് ഉപയോഗിച്ചിട്ട് മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ അവരത് താഴെ കറക്റ്റ് ആയിട്ട് വന്ന് കമന്റ് ഇടും, മൊത്തം ഒരു ഉടായിപ്പ് ഐറ്റം ആണെന്ന്. അപ്പൊ ഇന്ന് കുറച്ചും കൂടെ ഫീഡ്ബാക്ക് അപ്പപ്പോ ഇന്നത്തെ കാലത്തെ പരസ്യങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും. ഈവൻ നമ്മളൊരു ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പോലും അതിന്റെ ഫീഡ്ബാക്സ്, അതിന്റെ റിവ്യൂസ് നോക്കിയിട്ടല്ലേ വാങ്ങുക. നമ്മൾ അതിന്റെ റിവ്യൂസ് നോക്കിയിട്ടല്ലേ വാങ്ങുക. അപ്പൊ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ പരസ്യങ്ങൾക്ക് ആ ഒരു എന്താണ് പറയേണ്ടത്, ഈ മൊത്തത്തിൽ ഇന്നത്തെ കാലത്തെ പരസ്യങ്ങൾക്ക് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് ഓറിയന്റഡ് ആണ്. പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടും. അതുപോലെ തന്നെ പണ്ടത്തെ പരസ്യങ്ങൾ എപ്പോഴും ഒരു മാസ് ടാർഗറ്റിംഗ് ആണ്, ഒരു എല്ലാവരിലേക്കും അങ്ങ് സ്പ്രെഡായി എത്തുന്ന രീതിയിലായിരുന്നു പരസ്യങ്ങൾ. പക്ഷെ ഇന്നത്തെ ഡിജിറ്റൽ പരസ്യങ്ങൾ നമുക്ക് നോക്കിയാൽ തന്നെ ഒരു ഹൈപ്പർ ടാർഗറ്റിംഗ് ഉണ്ട്. നമ്മൾക്ക് വേണ്ട പർട്ടിക്കുലർ ഓഡിയൻസ്, അതായത് ഇത്ര പ്രായത്തിന് ഇടയിലുള്ളവര്, അതുപോലെ തന്നെ ഇന്ന പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ളവര്, അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് പരസ്യങ്ങൾ നമുക്ക് അവിടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അവിടെ മാത്രം ടാർഗറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൊളീഗിനോടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോടോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ നമ്മൾ ഏതെങ്കിലും ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിന്റെ ആഡ് കയറി വരാറുണ്ട്. അതൊരിക്കലും ഭയങ്കര കോയിൻസിഡൻസോ അല്ലെങ്കിൽ ഒരു മാജിക്കോ ഒന്നുമല്ല, കൃത്യമായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് ആ ഒരു രീതിയിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാറ്റാ സയൻസും അൽഗോരിതം എല്ലാം ഉണ്ട്. അതിന് വേറെ തന്നെ കുറെ പറയാനുണ്ട്. ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഇന്നത്തെ ഡിജിറ്റൽ കാലത്തെ പരിപാടികൾ മാറിയത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരു പരസ്യം പെട്ടെന്ന് ട്രെൻഡിങ്ങിലാകാനൊക്കെ ഇതേപോലെ തന്നെ SEO മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത്? അത് മറ്റ് രീതികളൊക്കെ ഉണ്ടോ അതിന്? ശരിക്കും ഈ ട്രെൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി അങ്ങനെ ഒരു തന്ത്രവും പരിപാടികളും ഒന്നുമില്ല. ശരിക്കും ബേസിക്കലി നമ്മളൊരു ആഡ് കാണുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരു 30 സെക്കൻഡ് ആണ്, 30 സെക്കൻഡ്. ഒരു വാട്സപ്പ് സ്റ്റാറ്റസിന്റെ ഒക്കെ ആദ്യകാലത്തെ ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു 30 സെക്കൻഡിൽ നമുക്കൊരു ആദ്യത്തെ ഒരു 3-4 സെക്കൻഡിനുള്ളിൽ ഒരു ഹുക്ക് വേണം. അതായത് കാണാൻ ബാക്കി 27 സെക്കൻഡ് കാണുന്ന ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ള എന്തെങ്കിലും ഒരു ഹുക്ക് അവിടെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കൊടുക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ പരസ്യങ്ങൾ അത് ട്രെൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്കിത് ഹ്യൂമർ ഒരു പരിപാടിയാണ്, നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഹ്യൂമർ ആഡുകൾ വർക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ റിലേറ്റബിലിറ്റി വേണം. അതിപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ്, ഇൻസ്റ്റാഗ്രാം റീൽ കാണുമ്പോഴും നമുക്ക് എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കണ്ട ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ, അങ്ങനെ കുറച്ചും കൂടെ റിലേറ്റബിലിറ്റി സംഭവം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പോസ്റ്റിംഗ് ആണ്. അതിപ്പോ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അത് ഇറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു സമയമുണ്ട്. ആ സമയം കറക്റ്റ് ആണെങ്കിൽ അത് അങ്ങ് കയറിപ്പോയിക്കോളും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാം, ഞാൻ ഒരു മൂവി റെഫറൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ജാനേമൻ എന്നുള്ള ചിദംബരത്തിന്റെ ആദ്യത്തെ പടം, ആ പടത്തിന്റെ പ്ലേസ്മെന്റ് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അതായത് ആളുകൾ കോവിഡിന്റെ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അതിൽ നിന്നൊരു റിലീഫ് പോലെ തിയേറ്ററുകളിൽ അന്നേരത്തെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, തിയേറ്ററുകളിൽ ആൾ കുറവായിരുന്നു, എല്ലാം ഒന്ന് ഓക്കെയോ വരുന്ന സമയത്താണ് ആ ഒരു സിനിമ കൃത്യമായിട്ട് ഇറങ്ങുന്നത്. ആ സമയത്ത് ആളുകൾ എന്തായിരുന്നു, എല്ലാം മറന്നിട്ട് ഒരു റിലീഫ് കിട്ടുന്ന ഒരു ഫ്രഷ് കണ്ടന്റ്, ഒരു പോപ്കോൺ പടം വേണമായിരുന്നു. കൃത്യമായിട്ട് അതിന്റെ പ്ലേസ്മെന്റ് കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ ആ പടം ഭയങ്കരമായ വിജയമായത്. അപ്പൊ ഏതൊരു സാധനത്തിനും അങ്ങനെയാണ്, നമുക്കതിനൊരു അത് ഇറക്കി വിടാൻ ഒരു സമയമുണ്ട്. ആ ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിങ്, ഒരു മൊമെന്റ് മാർക്കറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഇമോഷണൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോകളും ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു പുതിയ അറിവ് ആൾക്കാർക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
അതേപോലെ തന്നെയാണ് ഈ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പരസ്യങ്ങളൊക്കെ ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ മുൻനിർത്തിയായിരുന്നു പല ബ്രാൻഡുകളും നമുക്കറിയാം അവരുടെ കൊളാബറേഷനും കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ ഇന്ന് അത് മാറിയിട്ട് ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇവരിലേക്കൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുന്നു. അത് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അങ്ങനെ അവരിലൂടെ അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിലൂടെ ഒക്കെ തന്നെയും പല ആളുകളിലേക്ക് എത്തിയ ഇത്തരത്തിൽ വളർന്നിട്ടുള്ള പല ബ്രാൻഡുകളും നമ്മുടെ കൺമുന്നിലുണ്ട്. ഇതിൻ്റെ ഒരു ഗുണവശങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ടൊക്കെ തന്നെയും ഈ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഓരോ പ്രോഡക്ട്സിനെ ഇവർ റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വലിയ രീതിയിലാണ് വിമർശനങ്ങളൊക്കെ വരുന്നത്. മനസ്സിലായി. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ സെലിബ്രിറ്റികളെക്കാളും ഇൻഫ്ലുവൻസേഴ്സിന് നമുക്ക് ആഡുകളിൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ ഇത് വേറെ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ക്യാഷ് മാത്രം ആലോചിച്ചിട്ട് ചെയ്യുന്ന ചില ആഡുകളിൽ ചിലത് ഉഡായിപ്പ് ബ്രാൻഡുകളായിരിക്കും. അപ്പോ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതാണ് കുറെ ഇൻഫ്ലുവൻസേഴ്സ് എയറിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ സെലിബ്രിറ്റികൾക്ക് എപ്പോഴും ഒരു ആരാധക വൃന്ദം അതാണുള്ളത്. നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഗ്ലാമി ഗംഗേനെ പോലെ ഒരു ഇൻഫ്ലുവൻസറിനെ കൊണ്ട്, ഒരു യൂട്യൂബറെ കൊണ്ട് നമുക്ക് ഒരു കോസ്മെറ്റിക് പ്രൊഡക്ട്സിന്റെ ഒരു ഇൻഫ്ലുവൻസർ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു ടെക് ബ്രാൻഡിനാണെങ്കിൽ ഇപ്പൊ നമുക്ക് കോൾമി ഷസമിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് ഈ ഇൻഫ്ലുവൻസേഴ്സിലുണ്ട്, ഈ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. ഇപ്പോ ഇത് പക്ഷെ ചിലവര് എന്താണ് പറയേണ്ടത്, പെട്ടെന്ന് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാതെ എന്താണോ നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അത് അതുപോലെ അങ്ങ് പറഞ്ഞു പോവും. അപ്പൊ അത് ചില സമയത്ത് അത് തിരിച്ച് എയറിലാവാനും ചാൻസ് ഉണ്ട്. ഈവൺ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമല്ല സെലിബ്രിറ്റികളുടെ ഇതിലുണ്ട്. അതായത് മാറിയ നിയമപ്രകാരം നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മളെ വാങ്ങാൻ പ്രേരിപ്പിച്ച സെലിബ്രിറ്റിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചന്ദ്രിക സോപ്പ് ഉപയോഗിച്ചിട്ട് വെളുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിക്കെതിരെ കേസ് വന്നായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അത് എല്ലാത്തിലും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു കാര്യം, അതായത് കരിക്ക് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു വെബ് സീരീസിലൂടെ പരസ്യം പറയാതെ പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് കരിക്കിലൂടെയൊക്കെ തന്നെയാണ്. ഒരു പ്രോഡക്റ്റിനെ അവർ നിസ്സാരമായിട്ട് തന്നെയാണ് അവരുടെ ആ ഒരു ഷോയിലൂടെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഓരോ കോമഡി ഡയലോഗുകളിലൂടെ തന്നെയും പ്രൊമോട്ട് ചെയ്യുന്നത്. അത് വലിയ രീതിയിലായിരുന്നു ഒരു സ്വാധീനം ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം ഇപ്പോൾ വെബ് സീരീസ് ചെയ്യുന്ന ഇപ്പോൾ ജിസ്മ വിമൽ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരെല്ലാവരും ഓരോ പ്രോഡക്ട്സിനെയൊക്കെ തന്നെയും വളരെ തന്മയത്വത്തോടെയൊക്കെ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ആളുകൾക്ക് അത് മടുത്തും തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പാൻ ഇന്ത്യൻ ബ്രാഞ്ച് ആയിക്കോട്ടെ, അവർ ഈ മടുത്ത് തുടങ്ങിയതിനെ വെച്ചിട്ട് ആഡ് ആയിരിക്കും അല്ലേ, അതിനെയും വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. ശരിക്ക് ആഡ് രണ്ട് രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ചെയ്യാം. ഇതിൽ ഡയറക്റ്റ് മടുത്തിട്ടാണ് ഇൻഡയറക്റ്റ് വന്നത്. അപ്പൊ ഇനി ഇൻഡയറക്റ്റ് കൂടെ മടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഡയറക്റ്റിലേക്ക് പോകേണ്ടി വരുന്നുള്ളതാണ് സംഭവം. പക്ഷെ ബേസിക്കലി എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ആളുകൾക്ക് ഈ പരസ്യങ്ങൾ കാണുന്ന ഇഷ്ടമില്ല. ഇപ്പം ഞാൻ തന്നെ നമ്മളെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഒരു സ്കിപ്പ് ആഡിന്റെ ബട്ടൺ ഇങ്ങനെ ഞെക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇപ്പൊ ഞാൻ പരസ്യം ചെയ്യുന്ന ആളാണ്, പക്ഷെ ഞാനും ഇങ്ങനെ സ്കിപ്പ് ആഡിന്റെ ബട്ടൺ ഇങ്ങനെ ഞെക്കാൻ വേണ്ടി നിൽക്കുന്നതിന്റെ ബേസിക് സാധനം വെച്ചാൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചാൽ നമ്മൾ വേറൊരു പ്രോഗ്രാം അല്ലെങ്കിൽ വേറൊരു സാധനം കാണാൻ വരുന്നതിനിടയിൽ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് നമ്മൾക്ക് ചെറിയൊരു ഒരു മുഷിച്ചലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് ഇരിക്കുന്നവരെ പിടിച്ചിരുത്തുന്നതിലാണ് ശരിക്ക് ഈ പരസ്യത്തിന്റെ ഏറ്റവും വലിയ ടാസ്ക് ഇരിക്കുന്നത്. അതിന്റെ ബേസിക് സാധനം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ നമ്മൾ കഥകൾ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താണ്, കണ്ടന്റ് നല്ലതാണെങ്കിൽ നമ്മൾ അത് കാണും. ആ പരസ്യത്തിന് ആരും അങ്ങനെ വെറുക്കൂല. ശരിക്കും കരിക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളായാലും ഈ ജിസ്മ വിമലിന്റെ കോണ്ടന്റുകളായാലും അവരുടെ ഒരു പ്രത്യേകത വെച്ചാല് അവർ ചെയ്യുന്ന വെച്ചാല് ഈ പരസ്യത്തെ അവരുടെ കഥയുടെ ഭാഗം ആക്കും. അപ്പൊ അതൊരു ബ്ലെൻഡ് ആയിട്ട് അത് അങ്ങനെ പോയിക്കോളും. പക്ഷെ ഇവിടെ വേറെയും ചിന്തിക്കും. ഇപ്പൊ ചില ക്ലയന്റ് ചിന്തിക്കും, ഞാനൊരു 15 ലക്ഷം 20 ലക്ഷം മുടക്കിയിട്ട് ആഡ് ചെയ്യുന്നു, എന്റെ ആഡില് എന്നെ പറ്റി പറയാതെ പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും സ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെയും വിചാരിക്കാം. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരസ്യങ്ങൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. ആൾക്കാരങ്ങ് പോയിക്കോളും, ഓക്കെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണല്ലേ, കുഴപ്പമില്ല. ആ ഒരു മെന്റാലിറ്റി, ആ ഒരു മൈൻഡ് സെറ്റ് വരും. എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആഡുകൾക്ക് ഒരു പ്രസക്തി നഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല ബേസിക്കലി. അതേപോലെ തന്നെ ഈ പരസ്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിലും ടാർഗറ്റ് ചെയ്യുന്നതിലും ഒക്കെ തന്നെ ഇന്ന് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും എയുടെ ഒരു കടന്നുവരവുണ്ട്. എങ്ങനെയാണ് ഈ പരസ്യ മേഖലയിൽ എയുടെ ഒരു നിലനിൽപ്പ്? ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു പരസ്യരംഗത്തെ ആ ഒരു ഡാറ്റ അനാലിസിസിനെയും ഒരു ഡിസൈനിങ്ങിനെയും മൊത്തത്തിൽ ഒരു അടിമുടി അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ എന്ത് ചിന്തിക്കുന്നു, ഒരാൾ എന്ത് വാങ്ങാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എഐക്ക് നമ്മുടെ ഇൻഫർമേഷൻ, അതുവരെയുള്ള ഇൻഫർമേഷൻ മൊത്തം അപഗ്രഥിച്ചിട്ട് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ചെയ്യേണ്ട ഒരു ജോലി
ഒരു എഐക്ക് ഇന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസൈനിങ്ങുകൾ ഒരുപാട് എനിക്കൊന്ന് ക്രിയേറ്റീവ് ഫീൽഡിലും ലൈക്ക് എല്ലാ മേഖലയിലും എഐയുടെ സാധനങ്ങൾ അല്ലെങ്കിൽ എഐ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളുണ്ട്. അതിന്റെ കൂടെ ഇതിലും ഉണ്ട് എന്നുള്ള സ്റ്റൈൽ തന്നെയാണ്. അപ്പോ ശരിക്കും തോന്നുന്നത് വെച്ചാൽ പക്ഷെ ഇത്രയും നമ്മൾ കാര്യം നടക്കും, ഒരു മനുഷ്യന്റെ വിവേചന ബുദ്ധി എന്നുള്ള സാധനം എഐക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഒരു പോയിന്റ്, അല്ലെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ അവശേഷിക്കുന്ന ചോദ്യം. അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, എഐ അഡാപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമുക്ക് ഒരു സാധനം ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടിയ ആ പ്രോംപ്റ്റ് തന്നെ വീണ്ടും റീവർക്ക് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ നല്ല ബെറ്റർ റിസൾട്ട് എയിൽ ഉണ്ടാക്കാൻ പറ്റും. അതൊരു സത്യം തന്നെയാണ്, അതൊരു അംഗീകരിക്കേണ്ട കാര്യമാണ്. ഈ ജെൻസി അല്ലെങ്കിൽ ഈ പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടി പരസ്യങ്ങളിൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാല് ഈ ജെൻസി കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 30 സെക്കൻഡ്, ആ ഒരു കുറഞ്ഞ സമയത്തെ ഒരു അറ്റൻഷൻ സ്പാനിലുള്ള ഒരു ഷോർട്ട് ടേം കണ്ടന്റുകളാണ് കാണുന്നത്. അപ്പൊ ബേസിക്കലി ജെൻസിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഉപദേശങ്ങൾ ഉപദേശിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ പിന്നെ എന്നുള്ള സ്റ്റൈലിൽ അവര് അത് സ്കിപ്പ് അടിച്ചിട്ട് പോകും. ഇപ്പൊ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഷോർട്ട് വീഡിയോസ്, അതുപോലെ തന്നെ കുറച്ച് ട്രോളുകൾ, മീമുകൾ, കുറച്ചും കൂടെ ഒരു സെൽഫ് ട്രോൾ ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് വീഡിയോകൾ അല്ലെങ്കിൽ ആഡുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള സ്ലാങ്ങുകളും അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ എനിക്ക് നോക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരുപാട് ആഡുകളിൽ ഈ പൂക്കി സ്കിബിഡി പരിപാടികളൊക്കെ ആഡുകളിലായാലും സിനിമകളിലായാലും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ തന്നെ ഒരു 2-3 ആഡുകളിൽ ചുമ്മായിട്ടുണ്ട് പൂക്കി സ്കിബിഡി എന്നൊക്കെ. അപ്പൊ അത് കുറച്ചും കൂടെ ആ ഒരു ജെൻസി സ്ലാങ്ങുകൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ ആണെങ്കിൽ അവർക്കത് കുറച്ചും കൂടെ എന്താണ് പറയേണ്ടത്, കുറച്ചും കൂടി ഇഷ്ടപ്പെടും. അത് ശ്രദ്ധിക്കാറുണ്ട് ശരിക്കും, ജെൻസിയെയും കൂടെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിലേക്കും കൂടെ എത്തുന്ന രീതിയിൽ. കാരണം അവരും വലിയൊരു വിഭാഗം ടാർഗറ്റ് ഓഡിയൻസ് ആണ് മിക്ക പ്രൊഡക്ട്സിന്റെ. അതേപോലെ തന്നെ ഈ ആഗോള ബ്രാൻഡുകൾ പലപ്പോഴും ഈ പ്രാദേശിക ഭാഷകളിലൊക്കെ തന്നെയും പരസ്യം ചെയ്യുന്നുണ്ട്. ഇപ്പം മൈത്രി അടക്കം അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ തന്നെയും പരസ്യം ചെയ്യുമ്പോഴൊക്കെ അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ കാണാം. എല്ലാവർക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആഗോള ബ്രാൻഡുകളൊക്കെ തന്നെ ഈ പ്രാദേശികമായിട്ട് പരസ്യം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സമയത്ത്. ഇത് ബേസിക്കലി ആ ഒരു നമ്മൾ പറയാറില്ലേ, തിങ്ക് ഗ്ലോബൽ ആക്ട് ലോക്കൽ എന്ന് എപ്പോഴും നമ്മൾ പറയും. അതൊരു ഇന്നത്തെ ഒരു ബ്രാൻഡിന്റെ നയമാണ്. ശരിക്കും ഒരു ബ്രാൻഡ് നമ്മുടേതാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ബ്രാൻഡ് നമ്മുടേതാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഹിന്ദി കൾച്ചറിലും അവർ ആ ഹിന്ദി പരിപാടിയിലും ഒരു ആഡ് ചെയ്തിട്ട് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റിയിട്ട് ഡബ് ചെയ്തിറക്കിയ എത്രമാത്രം അതിന് ഒരു സ്വീകാര്യത ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള അഡ്വർടൈസിങ് എന്നുള്ള സ്റ്റൈലിൽ ഇത്തരം ബ്രാൻഡുകൾ മലയാളത്തിൽ അവരുടെ അതിപ്പം എല്ലാ പർട്ടിക്കുലർ ഇപ്പൊ തമിഴിൻ്റെതായ ആഡുകൾ ഉണ്ടോ, അപ്പൊ ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ ലോക്കലായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ചും കൂടെ എന്താണ് പറയേണ്ടത്, ബ്രാൻഡിനൊരു സ്വീകാര്യത നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകരുടെ അങ്ങനെ പറഞ്ഞാൽ കിട്ടും. ഇപ്പോ മറ്റേ എന്താണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ അടുത്ത് പേടിഎമ്മിന് വേണ്ടിയിട്ട് ഒരു വിഷു ആഡ് ചെയ്തായിരുന്നു, ജനാർദ്ദനൻ ചേട്ടൻ വെച്ചിട്ട്. ആ ആഡ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ വിഷു കൈനീട്ടം എന്നുള്ളൊരു കൾച്ചർ ഉണ്ട്. വിഷു കൈനീട്ടം പേടിഎമ്മിൽ അയക്കുക. പേടിഎമ്മിന്റെ ഒരു ബേസിക് ഈ ഒരു സെല്ലിംഗ് എന്നുള്ളത് ബേസിക്കലി എന്താണ്, ആ ആപ്പ് എന്ന് വെച്ചാൽ പൈസ അയക്കാനാണ്. ആ കൈനീട്ടം നമ്മൾ പേടിഎമ്മിലൂടെ അയക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടിനും ഒരു റിലേഷൻ ഉണ്ട്. ഈ ഒരു ബ്രാൻഡിന്റെ ബേസിക് സെല്ലിംഗ് സാധനത്തിനും ഈ ഒരു ബ്രാൻഡ് എന്തിനു വേണ്ടിയിട്ടാണോ ഈ ആപ്പ് ഉള്ളത് അതിനും നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ വിഷുവിന്റെ ആ ഒരു കൈനീട്ടം വന്നത് കൾച്ചർ, അതിനെ രണ്ടിനെയും ബ്ലെൻഡ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ എന്താണ് പറയേണ്ടത്, ഇപ്പൊ ഓണം പോലെയോ വിഷു പോലെയോ അങ്ങനെയുള്ള നമ്മുടെ ആഘോഷങ്ങളിലും അതല്ലാതെയും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ മലയാളം ആഡ് ആയിട്ട് മലയാളത്തിലെ ഫണ്ടും പരിപാടികൾ ഇതാക്കുമ്പോൾ കുറച്ചുകൂടെ മലയാളി ഓഡിയൻസിന് വർക്കാവും. ആ ഒരു രീതിയിലാണ് ശരിക്കും വെച്ചാൽ ഈ ആഗോള ബ്രാൻഡുകൾ ഇപ്പോൾ പ്രാദേശിക ഭാഷകളിൽ ഇങ്ങനെ ഒരു പരസ്യം ചെയ്യുന്നത്. ഇപ്പൊ ഇതൊന്നുമല്ല, നമ്മളെ പരസ്യത്തിൽ ഒന്നും അല്ലാതെ ചിന്തിച്ചാല് നമ്മൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു എനിക്ക് ചെയിൻ സ്മോക്കേഴ്സ് ബാൻഡ്, ആ ബാൻഡ് ലാൽ സാറിന്റെ കൂടെ ഒരു പടം ഇട്ടു, ഒരു ഫോട്ടോ ഇട്ടു, വി ഗോട്ട് എ ന്യൂ ഫ്രണ്ട് എന്നങ്ങാറ്റും പറഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ താഴെ നമ്മുടെ കമന്റ് നോക്കിയാൽ അതിന് മലയാളികളുടെ ആഘോഷമാണ് ആ ഒരു കമന്റ് സെക്ഷനിൽ. നമ്മൾ അങ്ങനെ ആലോചിച്ചത്. ഇനി IPL കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. സൺറൈസേഴ്സ് ഹൈദരാബാദിൽ കളിച്ച ഡേവിഡ് വാർണർ ഉണ്ടായിരുന്നു. ഒരു ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഡേവിഡ് വാർണർ തെലുഗുവിൽ ഭയങ്കര ഫാൻസ് ആയിരുന്നു. ബേസിക്കലി അതിന്റെ കാരണം വളരെ സിമ്പിൾ ആയിരുന്നു. എനിക്കൊന്ന് 2014 to 2021 വരെ ആയിരുന്നു ഡേവിഡ് വാർണർ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ പുള്ളി മറ്റേതാണ് സെഞ്ചുറി അടിച്ച പുഷ്പ സ്റ്റൈലിലാണ് അത് സെലിബ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പുഷ്പ റീലുകൾ ചെയ്യും. ഇവിടെ ബേസിക്കലി എന്തുകൊണ്ടാണ് ഒരു ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഡേവിഡ് വാർണർക്ക് ഇത്രയും തെലുഗു ഓഡിയൻസ് ഫാൻസ് ആയിട്ടുള്ള വെച്ചാൽ സിമ്പിൾ ആണ്, അയാൾ ആക്ട് ലോക്കൽ എന്നുള്ളൊരു പരിപാടി പിടിച്ചു. അതുകൊണ്ട് അപ്പൊ അത് ഏത് രീതിയിൽ നമുക്ക് ചിന്തിക്കാം.
ഈ ഇൻഫർമേഷൻ ഓവർലോഡ് ആയ ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഈ സെക്കൻഡുകൾ അജിഷ് പറഞ്ഞ പോലെ 30 സെക്കൻഡ് ഒരാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ്? അത് അത്യാവശ്യം നല്ല വെല്ലുവിളി തന്നെയാണ്. ഈ 30 സെക്കൻഡിൽ തന്നെ ഒരു 7-8 സെക്കൻഡ് അവസാനത്തെ മറ്റേ എന്താണ് നമ്മുടെ ബ്രാൻഡ് ലോഗോ ആനിമേഷനും പ്രൊഡക്റ്റ് ഷോട്ടുകളായിട്ട് ഒരു 7-8 സെക്കൻഡ് പോകും. അപ്പം ബാക്കിയുള്ള നമുക്ക് 22 സെക്കൻഡ്. ഈ 22 സെക്കൻഡിൽ നമ്മൾ ഈ ബ്രാൻഡിന്റെ കാര്യങ്ങളും പറയണം, അതുപോലെ മൊത്തം ഒരു കഥ, ആ കഥയ്ക്ക് ഒരു ബിഗിനിങ് മിഡിൽ എൻഡിങ് എന്നുള്ള രീതിയിൽ തന്നെ ആ കഥ ഡിസൈൻ ചെയ്യണം. അതായത് നമ്മളൊരു 8-10 ഫ്രെയിമുകളിൽ കഥ പറഞ്ഞു പോവുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ ഇത് ഭയങ്കര ടാസ്ക് ആണെന്ന് വെച്ചാൽ നല്ല തലയിൽ മുകളിൽ ഇപ്പൊ പ്രകാശ് വർമ്മനെ പോലുള്ളവരൊക്കെ നല്ല രീതിയിൽ ഫേസ്ബുക്കിന്റെ തം സ്റ്റോപ്പേഴ്സ് 10 to 15 സെക്കൻഡ്സിൽ എടുത്തിട്ടുണ്ട്. വളരെ ഭയങ്കര റെഫറൻസ് ആണത്. ആ ഒരു 10-15 സെക്കൻഡിലുള്ള അവർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞുള്ളൂ, വളരെ മിനിമലായിട്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ പണി കുറച്ച് കൂടുതലാണ്, പണിയെടുക്കണം, അതാണ് പ്രശ്നം. അതേപോലെ തന്നെ ഈ അടുത്തൊരു 10 വർഷത്തിന് ശേഷം നമുക്ക് എങ്ങനെയായിരിക്കും ഈ പരസ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക? ഈ 30 സെക്കൻഡ് എന്നുള്ളത് ഒരു 15 സെക്കൻഡ് ഒക്കെ ആയി മാറുമായിരിക്കും അല്ലേ? എങ്ങനെയായിരിക്കും? ശരിക്കും അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ വീഡിയോന്റെ തന്നെ ഫോർമാറ്റ് എന്നുള്ളത് ജസ്റ്റ് ഇപ്പോ എന്താണ് നമ്മളിപ്പോ കാണുന്ന ഒരു ആഡുകൾ, ഇപ്പൊ നമ്മളിപ്പോ ബേസിക്കലി ഇപ്പൊ നമ്മൾ മിന്ത്ര എന്നൊരു സാധനം പർച്ചേസ് ചെയ്തു, നമ്മളൊരു ഷർട്ട് പർച്ചേസ് ചെയ്തു, അത് ഇട്ട് നോക്കി, നമ്മൾക്ക് ചിലപ്പോൾ അത് ലൂസ് ആയിരിക്കാം, ടൈറ്റ് ആയിരിക്കാം, നമ്മൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു. ഓക്കെ, നമ്മൾക്ക് ചിലപ്പം ഇട്ടിട്ട് നമ്മൾ മിററിൽ നോക്കിയപ്പോൾ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല നമ്മുടെ ആ ഒരു മൊത്തത്തിൽ ലുക്ക്. ഇത് നമ്മൾ ഇപ്പം ഈ എക്സ്ചേഞ്ച് റിട്ടേൺ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങളൊരു ഷർട്ട് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മറ്റേ നമ്മൾ ഈ ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഇട്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു കാർ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വർടൈസിങ് അല്ലേ? കുറച്ചും കൂടെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തരുന്ന അഡ്വർടൈസിങ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കാണുകയാണ്. അപ്പൊ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും എല്ലാം വരുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ള ചിലപ്പോ എന്താണ് നമ്മൾ കാണുക എന്നതിനേക്കാൾ ഉപരി കാഴ്ചയേക്കാൾ ഉപരി നമുക്കൊരു എക്സ്പീരിയൻസ്, അനുഭവം തരാൻ ഈ ആഡുകൾക്ക് പറ്റുമെങ്കിൽ അത് നല്ലത്. ചിലപ്പോൾ ഒരു 10 വർഷത്തോളം എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഒരുപാട് AI ആഡുകൾ കംപ്ലീറ്റ് AI ചെയ്യുന്ന ആഡുകൾ വരുന്നത്. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയിൽ റിഫൈൻഡ് ആയിട്ടുള്ള വേർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് AI ആഡുകൾ കുറച്ചുകൂടെ വ്യാപകമായിട്ട് വന്നേക്കാം ഇൻ ഫ്യൂച്ചർ. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മലയാളി പ്രേക്ഷകരെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആഡിലേക്ക് ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക? ഒന്ന് ഹ്യൂമറാണ്, അതുപോലെ തന്നെ ട്രോള്, സെൽഫ് ട്രോൾ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ അവർക്കൊരു ഇമോഷൻ കിട്ടുമോ നോക്കണം എപ്പോഴും. അവർക്കൊരു ഇമോഷൻ കിട്ടുന്നത് മലയാളികൾക്ക് ബേസിക്കലി അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള 70% ഓഫാണ്, 50% ഡിസ്കൗണ്ട് ആണ്, അങ്ങനെ വിളിച്ചു പറയുന്ന ആഡുകളോട് വലിയ താല്പര്യമില്ല. അത് ആഡായിട്ട് തന്നെ അവർ കാണും. ആ ആഡിനേക്കാൾ അപ്പുറത്ത് മറ്റേ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ വളരെ സമർത്ഥമായിട്ട് ഈ സാധനം ബ്ലെൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആഡുകൾ മലയാളികൾക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രാൻഡുകൾ പലപ്പോഴും കമ്പയർ ചെയ്ത് നൽകുന്ന ഒരു അഡ്വർടൈസ്മെന്റ്, ഈ പെപ്സി, കൊക്കക്കോള വോർക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വോർ തന്നെയാണ്. പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം ആവശ്യങ്ങൾ പൊതുവെ ഈ ബ്രാൻഡുകൾ നൽകാത്തതാണോ, അതോ അത് മറ്റൊരു രീതിയിൽ ഈ പരസ്യ കമ്പനികളൊക്കെ അവതരിപ്പിക്കുന്നതായിരിക്കുമോ? പണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കത് ചെയ്യുന്നതിൽ ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾക്ക് വേണമെങ്കിൽ ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്താൽ പിന്നെ അതിന്റെ ബാക്കിലേക്ക് പോകേണ്ടി വരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പം ഇങ്ങനെ ആ ഒരു ഡയറക്റ്റ് അറ്റാക്ക് പരിപാടികൾ കുറവാണ്. പക്ഷെ എന്നാലും ഇടക്കാലത്ത് എന്താണ് വേറെ രീതിയിൽ പറയുന്ന ഒരു പരസ്യങ്ങളുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു ബജാജ് ഡൊമിനോർ എന്നുള്ളൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കിന്റെ ലോഞ്ചിന് ചെയ്ത ഒരു ആഡ് ഭയങ്കര രസമുള്ള ആഡാണ്. അതായത് ഒരു ചുരം കയറുന്നിടത്ത് കുറെ ആനപ്പുറത്ത് കുറെ ഹെൽമെറ്റ് ഒക്കെ വെച്ചുള്ള റൈഡർമാർ സ്റ്റക്ക് ആയിട്ടുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ ചുരത്തിന്റെ നടുവിൽ സ്റ്റക്കാണ്. കുറെ ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവര്, ആനയുടെ പുറത്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട്. ഈ സമയത്താണ് ബജാജ് ഡൊമിനോർ ഓടിച്ചിട്ട് ചീറിപ്പാഞ്ഞിട്ട് ഇവര് ഈ ചുരത്തില് വേറൊരു റൈഡേഴ്സ് ഈ മറ്റേ ആന റൈഡേഴ്സിനെ പാസ് ചെയ്തു പോകുന്നത്. ഇത് കാണുന്ന ഒരു ബേസിക് ബൈക്കർക്ക് ഇവരെന്താ ഉദ്ദേശിച്ചതെന്ന് കാര്യമായിട്ട് മനസ്സിലാവും. ഇത് കാണുന്ന റോയൽ എൻഫീൽഡുകാർക്ക് മനസ്സിലാവും. അവരുടെ ആ ഒരു റിയാക്ഷൻ, നമുക്കിട്ടാണല്ലോ മച്ചമ്പി താങ്ങുന്നുള്ള സ്റ്റൈല് അവർക്കും കാര്യം മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈവൺ എനിക്കൊന്ന് പണ്ട് കാലത്തെ ഒരു ഓഡിയുടെ ആഡ് ഉണ്ട്. അതായത് ഇപ്പം BMW ഉണ്ടാവും, ബെൻസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ലക്ഷറി ബ്രാൻഡുകളുണ്ട്. ഈ ഓരോ ലക്ഷറി ബ്രാൻഡിന് ഇപ്പൊ BM ഒരു ഫീച്ചർ ഉണ്ട്, ബെൻസിന് ഒരു ഫീച്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ ആഡ് ബേസിക്കലി സിമ്പിൾ ആണ്. ഒരു കീ ചെയിൻ റാക്ക്, ഈ കീ ചെയിൻ റാക്കിൽ ഒരു BM-ന്റെ ഇത് വെക്കുകയാണ്, ഒരു ബെൻസിന്റെ വെക്കുകയാണ്, അങ്ങനെ ലക്ഷറി ബ്രാൻഡുകളെല്ലാം വെക്കുകയാണ്. അപ്പം ഈ കീ ചെയിന്റെ റൗണ്ട് എല്ലാം കൂടെ ചേരുന്നതാണ് ഓഡിയുടെ ലോഗോ.
ആ ഓഡിയുടെ ലോഗോയിലേക്കാണ് അത് ഫോം ചെയ്യുന്നത്. വളരെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇതിലൊക്കെ ഓരോ യുണീക് സെല്ലിംഗ് പോയിന്റ് ഉണ്ട്, അതെല്ലാം ഒന്നാകെ ഓഡിയിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ രീതിയിലുള്ള പരസ്യങ്ങൾ ഭയങ്കര രസമുള്ളതാണ്. പിന്നെ ഈ പെപ്സി കൊക്കക്കോളയെ പറഞ്ഞു. അപ്പൊ ഇത് ബേസിക്കലി ഇന്നത്തെ കാലത്ത് ഇറക്കിയ അത് കുറച്ച് നിയമപ്രശ്നങ്ങളിലേക്ക് അത് പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ സക്തൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ആ ആഡൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഭയങ്കര രസമാണ്. അതെ, അവൈലബിൾ. ഈ അതേപോലെ തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞ ഒരു പത്രത്തിന്റെ പ്രമുഖ പത്രങ്ങളുടെ ഒക്കെ തന്നെ ഫ്രണ്ട് പേജിൽ കണ്ടതാ. ആർക്കും പെട്ടെന്ന് തന്നെ ഇതൊരു പരസ്യമാണെന്ന് മനസ്സിലാകില്ല, മറിച്ച് മറ്റു പേജുകളൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാകുക. അതുപോലെ ഇതുപോലുള്ള അല്ലെങ്കിൽ അതേപോലെ ജിംഗിൾസ് ഉണ്ട്. നമുക്കറിയാം ഇപ്പോഴും നമ്മൾ പാടി നടക്കുന്ന പല ജിംഗിൾസും ഉണ്ട്. പഴയ ജയലക്ഷ്മി ആയിക്കോട്ടെ, അതേപോലെ തന്നെ കല്യാണം ആയിക്കോട്ടെ, ഭീമ ആയിക്കോട്ടെ, അതൊക്കെ തന്നെയും അതൊരു ജിംഗിൾസ് ഒക്കെ ഇപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഇതൊക്കെ വളരെയധികം സഹായിക്കുന്നതല്ലേ? അതായത് ഈ ആളുകളുടെ ഈ ഫോണ്ടുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ജിംഗിൾസ് ആയിക്കോട്ടെ, ഇതൊക്കെ ബ്രാൻഡിനെ ഒരു നിലനിർത്തുന്ന അല്ലെങ്കിൽ ആളുകൾ മറക്കാതെ അവരെ വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യങ്ങളല്ലേ? ശരി. എനിക്ക് തോന്നുന്നത് പണ്ട് നമുക്ക് ടി വി ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു നമ്മൾ പരസ്യം കാണുന്ന ഒരു സാധനം, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത്. അപ്പൊ ടി വിയിൽ ഫ്രീക്വൻസി കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ആഡുകൾ വരായിരുന്നു. ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ജിംഗിള്, അതിൽ വരികൾ പോലും ഇല്ല, ഒരു മ്യൂസിക് അല്ലേ, ടിൻ ടിൻഡിൻ, ഈ ഒരു സാധനം കാറ്റല്ലേ. എനിക്കൊന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ജിംഗിള് നമ്മൾ ഓർത്തു വെക്കും, ഇതിൽ വരികൾ പോലും ഇല്ല. അതുപോലെ തന്നെ ഒരു ഹുഡി ബാബ എന്ന് പറഞ്ഞ അതിലൊന്നുമില്ല, ഹുഡി ബാബ ഹുഡി ബാബ ഹുഡി ബാബ, ഈ ഒരു ലൈൻ തന്നെ അവരങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷെ അത് നമ്മൾ എന്നും ഓർത്തു വെക്കും. അപ്പൊ ജിംഗിളുകൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. എക്സ്പെഷ്യലി ഇന്നത്തെ കാലത്ത് കുറച്ച് കുറവാണ് അത്തരത്തിലുള്ള ജിംഗിൾ, ഭയങ്കര പരസ്യമായി പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ഓർത്തു വെക്കുന്ന ഒരുപാട് ജിംഗിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മേഘ ചോദിച്ച ഈ നോട്ടേവിന്റെ ഡിജിറ്റൽ കറൻസി, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ആഡ് ആയിരുന്നു തോന്നുന്നു അല്ലെ? അപ്പൊ ബേസിക്കലി അത് അവര് വെച്ചാൽ 2050 എന്ത് സംഭവിക്കും എന്നുള്ള സ്റ്റൈലിലാണ് ഈ ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു എന്നുള്ള സ്റ്റൈൽ വരുന്നത്. ഇത് ഇവര് കണക്ട് ചെയ്യുന്നത് വെച്ചാല് പഴയ നമുക്ക് റിലേറ്റബിൾ ആവുന്ന, പെട്ടെന്ന് നമ്മൾ നോട്ട് നിരോധനത്തിന്റെ കാലത്ത് അനുഭവിച്ച പ്രശ്നങ്ങളാണ് നമുക്കത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുക. പിന്നെ അത് വായിച്ചു പോകുമ്പോഴാണ് മനസ്സിലാവുക നമുക്ക് അത് ഓക്കെ ഒരു ആഡ് ആണെന്ന്. ആ ആഡ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ പറ്റിയാണ്. അന്ന് എനിക്ക് തോന്നുന്നു ആ പത്രത്തില് ഫ്യൂച്ചറിലെ കുറെ വാർത്തകൾ ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മൊത്തത്തിൽ നമുക്കത് ലാൻഡ് ചെയ്യുന്നത് വളരെ ക്ലെവർ ആയിട്ടാണ്. അതായത് ഇത്തരം നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാം, ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് വരൂ എന്നുള്ള സ്റ്റൈലിൽ അത് ലാൻഡ് ചെയ്യുന്നു. അപ്പൊ അത് എന്താണ് പറയുന്നത്, ഭയങ്കര ഒരു കിടിലൻ തോട്ടാണ്. ആ ഒരു തോട്ടിന്റെ ട്രീറ്റ്മെന്റും വളരെ കിടിലനാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ആഡ് അങ്ങനെ ഓർത്തു വയ്ക്കാൻ പറ്റുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നടക്കുകയും ചർച്ച നടക്കുന്നതും പെനി ആൻഡിയുടെ ആ ഒരു പരസ്യമാണ്. വലിയ രീതിയിൽ ആളുകളിലേക്ക് അത് എത്തിയിരുന്നു. ആ ഒരു മലയാളിയൊക്കെ ആ ബോർഡ് 2 പ്രാവശ്യം വായിക്കേണ്ട ഒരു അവസ്ഥയൊക്കെയായിരുന്നു. ഈ പരസ്യം വലിയ വിമർശനവും വരുമ്പോൾ തന്നെ മാർക്കറ്റിംഗിൽ അത് ഒരു വലിയൊരു വിജയം തന്നെയായിരുന്നു. ഇത് ബ്രാൻഡിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? കാരണം കുറച്ച് ആളുകൾ അതിനെ നെഗറ്റീവായിട്ടൊക്കെ കാണുന്നു, അതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഈ ബ്രാൻഡിന് എന്തായിരിക്കും സംഭവിക്കുക? പെനി ഐസ്ക്രീം കാൻഡിയുടെ പരസ്യം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കാരണം ബേസിക്കലി നമ്മളത് പെട്ടെന്ന് നമ്മളൊരു മെട്രോ ബോർഡ് അല്ലെങ്കിൽ ഒരു ഹോർഡിങ് നമ്മൾ ഒരു വണ്ടി എടുത്ത് പോയിട്ട് കാണുമ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം അത് തിരിച്ചു തന്നെയാണ് വായിക്കുക. അതെന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് തിരിച്ചു തന്നെയാണ് വായിക്കുക. പക്ഷെ ആ ബ്രാൻഡിന് അത് കറക്റ്റ് ആണ്. ആ ഒരു ബ്രാൻഡിന്റെ കമ്മ്യൂണിക്കേഷനിൽ അത് കറക്റ്റ് ആണ്. പിന്നെന്ന് വെച്ചാൽ ഇതിന്റെ ഓഡിയൻസ് ബേസിക്കലി പെനി ഉപയോഗിക്കുന്നത് ബേസിക്കലി കൂടുതലും കൂടെ ഈ ഐസ്ക്രീംസ് ഉപയോഗിക്കുന്നത് കൂടുതൽ അവരുടെ ജെൻസി ക്രൗഡ്സ് ആണ്. അപ്പൊ ജെൻസി ക്രൗഡ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് എനിക്കത് തോന്നിയത്. ഇപ്പൊ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ബ്രാൻഡിന് അതുകൊണ്ട് റീച്ച് കിട്ടും. പിന്നെ ഈ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. പിന്നെ പബ്ലിസിറ്റി എന്നുള്ളത് നെഗറ്റീവ് പോസിറ്റീവ് അല്ല, പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി. അത് ഏത് രീതിയിലായാലും അതിന് ഒരു ഇത് തന്നെയാണ്. എനിക്ക് ആ ആഡിൽ ഒരു ഫണ്ണായിട്ടാണ് തോന്നിയത്. എനിക്കതിൽ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് പിന്നെ ഓരോ ആൾക്കാരുടെ ഓരോ ബ്രാൻഡിന്റെ ആൾക്കാർ, അതിന്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മാനേജേഴ്സിന്റെ തീരുമാനമാണ്, വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അവരെങ്ങനെയാണ് അത് എന്താ പറയേണ്ടത്, അവരെങ്ങനെയാണ് ആ ബ്രാൻഡിനെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, അത് അവരുടെ കോളാണ്. അവർക്ക് കുറച്ചും കൂടെ ഫണ്ണുള്ള, കുറച്ചും കൂടെ യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈൻ വേണം തോന്നി. അതൊരു അടിപൊളി ലൈനാണ് അഡ്വർടൈസിംഗില്. ആരും ഈമ്പി പോകും. പെനി ഐസ്ക്രീം, അതിനുശേഷം വന്നതും വാട്ട്സ് ഇൻസൈഡ് യുവർ പെനി ഐസ്, പാലും ബട്ടറും. നൈസ്, നല്ലതാണ്.
അതുപോലെ തന്നെ ഈ സെറഗേറ്റീവ് അഡ്വർടൈസിങ് ആ ഒരു രീതി, ഇംപീരിയൽ ബ്ലൂ ആയിക്കോട്ടെ, കിങ്ഫിഷർ ആയിക്കോട്ടെ, അതുപോലെ ഒരുപാട് ബ്രാൻഡ് ഇപ്പം നമുക്കറിയാം നേരിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ലിക്കർ ആയിക്കോട്ടെ, സിഗേഴ്സ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊന്നും തന്നെ നേരിട്ട് നമുക്ക് അഡ്വർടൈസിങ്ങിലൂടെ കാണിക്കാൻ സാധിക്കില്ല. അതിന് മറ്റൊരു രീതി ഇപ്പം കിങ്ഫിഷർ ആയിക്കോട്ടെ അവർ കാണിക്കുന്നതാണ്. ഇപ്പോഴും നമുക്ക് കാണുന്നതാണ് ബോട്ടിൽ വെള്ളത്തിന്റെ മാത്രമായിരിക്കും, പക്ഷെ അതിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ ഒരു മാർഗം ഇല്ലെങ്കിൽ മറ്റൊരു മാർഗം, പക്ഷെ അത് വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കാണുന്ന ഒരാൾക്ക് അറിയാം അതെന്താണ് എന്നുള്ളൊരു കാര്യം. അത് ബേസിക്കലി നമുക്ക് ഈ നമ്മൾ നേരിട്ട് പരസ്യം ചെയ്യാൻ നിയമപരമായിട്ട് തടസ്സങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ സെറഗേറ്റ് അഡ്വർടൈസിങ് ബേസിക്കലി ചെയ്യുക. അത് ബേസിക്കലി ലിക്കറിനും സിഗരറ്റ്സിനുമാണ് ബേസിക്കലി അതിന്റെ ആഡ് ഉണ്ടാവുക. അപ്പം അതിന് വേണ്ട നമുക്ക് ഷാഡോ ആഡ് അല്ലെങ്കിൽ നിഴൽ പരസ്യം എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. ബേസിക്കലി ഇതിന്റെ എനിക്ക് തോന്നുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇംപീരിയൽ ബ്ലൂവിന്റെ മെൻ വിൽ ബി മെൻ എന്നുള്ള ആ ഒരു ക്യാമ്പയിൻ ആണ്. എനിക്ക് തോന്നുന്നത് ആ ഒരു ഇപ്പൊ അതിന്റെ ലിഫ്റ്റ് ആഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആഡാണ്. അത് ബേസിക്കലി എന്താണ് അതിന്റെ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ ദിഷ പത്താനിയാണ്, ദിഷ പത്താനി നിൽക്കുന്നു. അതിന്റെ സജഷനിൽ 2 ആളുകളുടെ വയർ ഉണ്ടാവും. ബേസിക്കലി ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള വയർ, നടുവിൽ ദിഷ പത്താനി കോൾ ചെയ്യുന്നു, ലിഫ്റ്റിന്റെ ഫ്ലോർ എത്തുമ്പോഴത്തേക്ക് അവർ ഇറങ്ങി പോകുന്നു. ഇത്രേ ഉള്ളൂ. ഇറങ്ങി പോകുന്ന ഉടനെ തന്നെ ആൾക്കാർ ഈ 2 ആളുകളും അവരുടെ വയറ് ഇതാണ് അവരുടെ ആ ഒരു വയറ് എക്സ്പോസ്ഡ് അല്ലെങ്കിൽ റിവീൽ ആവുന്നു. അത് അത്രേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ആണുങ്ങളെ സംബന്ധിച്ച് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് അത്. ഈവൻ തന്നെ നമ്മൾ എത്രയോ പേര് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ വയറൊന്നിങ്ങനെ അകത്തേക്ക് പിടിക്കും. കാരണം നമ്മൾ എപ്പോഴും പുരുഷന്മാർ പ്രത്യേകിച്ച് അവരെ പ്രസന്റ് ചെയ്യാൻ പുറത്തേക്ക് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയാണ്. ആ ആംഗിളിൽ അത് പിടിച്ചുകൊണ്ടാണ് അതിന് അത്രയും ഒരു ഫണ്ണുള്ള ഒരു സാധനം. പിന്നെ ആ ഒരു ലൈനോ അതിലൊരു പഴയ ഗസലാണ് യൂസ് ചെയ്തത്, പ്യാർ കി റാഖ് മേ ചൽന സീക്കാ ഹെ. അതായത് ബേസിക്കലി എനിക്കൊന്ന് ഇഷ്ടത്തിന്റെ വഴിയിലൂടെ നടക്കാൻ പഠിക്കുന്നു. അത് പറയാതെ ആ ബ്രാൻഡ് പറഞ്ഞു 2 അടിക്കൂ എന്നുള്ള സാധനം. അപ്പൊ അത് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. നമ്മളപ്പോ അത് മറക്കും. ആ ഒരു മദ്യത്തിന്റെ ബ്രാൻഡാണ് എന്നുള്ള ഒരു നല്ല പരസ്യമാണ്. ഇവര് പറയുന്ന കാര്യം എന്താണെന്നുള്ളത് ഓർത്തു വെക്കുക. ആ ഇംപീരിയലിന്റെ എല്ലാ ആഡുകളും ഭയങ്കര നല്ലതായിരുന്നു ആ സീരീസിൽ വരുന്നത്. ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന മൈത്രിയിലാണ് 15 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞങ്ങളാണ് ഓഫീസേഴ്സ് ചോയ്സിന്റെ വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത്. എന്റെ ക്രിയേറ്റീവായിട്ട് വേണുചേട്ടന്റെ ഐഡിയ ആയിരുന്നു അത്. ആ വേണുചേട്ടനോട് ഞാനൊരിക്കൽ ചോദിച്ചപ്പോൾ വേണുചേട്ടൻ പറഞ്ഞതിന്റെ ആംഗിൾ ഭയങ്കര രസൂലാണ്. അതായത് ഒരു 5:30-6 മണിക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചുമ്മാ കുറച്ചു നേരം കാറ്റും കൊണ്ടിരിക്കാന്ന് വെച്ചിട്ട് നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിലിരിക്കും. ആ സമയത്ത് ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ ഇങ്ങനെ ചുമ്മാ ചോദിക്കും, വേണുചേട്ടാ എന്താ പരിപാടി, അല്ലെങ്കിൽ അടുത്തലേക്ക് വേണുചേട്ടാ വൈകിട്ടെന്താ പരിപാടി. ഇത് വേണുചേട്ടനോട് ചോദിക്കുന്ന ലൈനാണ് വേണുചേട്ടൻ ആ ഒരു മറ്റേ ഓഫീസേഴ്സ് ചോയ്സിന്റെ ഒരു സാധനം വന്നപ്പം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. അതപ്പോ എല്ലാവരും ചോദിക്കുന്ന സാധനമാണ്. അത് പ്രേക്ഷകരോട് ചോദിക്കുന്നത് ആരാണ്? ലാൽ സാറാണ്. ലാൽ സാർ വന്ന് ചോദിക്കുകയാണ് വൈകിട്ട് എന്താ പരിപാടി. അതും ഭയങ്കര ഒരു ക്രേസി അല്ലേ, ലാൽ സാറിനെ പോലത്തെ ആൾ വന്നിട്ട് വൈകിട്ട് എന്താ മോനെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നത്. അതിനൊരു രസമുണ്ട്. അതാണ് ശരിക്കും ആ ഒരു ആഡിന്റെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിജയം. അതുപോലെ തന്നെ ആഡ് എത്രത്തോളം ഒരു പ്രോഡക്റ്റിനെ സഹായിക്കുന്നു എന്നൊരു കാര്യം, അതിന് ഉത്തമ ഉദാഹരണമാണ് മാഗി. നമുക്കറിയാം നിയമ നടപടിയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ മാഗി ബാൻ ചെയ്യുന്നു. പിന്നീട് മാഗിയുടെ ഒരു തിരിച്ചുവരവ്, ഇന്ന് എല്ലാ സ്റ്റോറുകളിലും മാഗി അവൈലബിൾ ആണ്. പക്ഷെ അതിലേക്ക് എത്തിയത് വി മിസ് യു മാഗി എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന് പിന്നിൽ അല്ലെങ്കിൽ ഒരു പരസ്യത്തിന്റെ ഒരു ശക്തി കൊണ്ടാണ് തിരിച്ച് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിംഗിൽ എത്തിയത് തന്നെ. അതെ, മാഗി ശരിക്കും പറഞ്ഞാൽ എത്രയോ കാലം ഇതില് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ രംഗത്ത് ഒരു ഭയങ്കര മോണോപ്പൊളി ആയിരുന്നു. വേറെ ഒരാൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മാഗി എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മാഗി, ആ ഒരു ബ്രാൻഡ് വലിയൊരു എന്താ പറയുക ഒരു പ്രതിസന്ധി, ഒരു ക്രൈസിസ് മാനേജ്മെന്റിൽ നിൽക്കുന്ന സമയത്താണ് ഒരു പരസ്യം എങ്ങനെ അതിന് ഒരു സേവിയറായിട്ട് വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ക്യാമ്പയിൻ. ശരിക്കും പറഞ്ഞാൽ ആ ക്യാമ്പയിനിൽ അവർ ആ ആഡുകൾ ശ്രദ്ധിച്ചറിയാം, അതിൽ അവർ ഇമോഷണൽ കണക്ഷൻ ആണ് പിടിച്ചിട്ടുള്ളത്. മാഗി എങ്ങനെ ആൾക്കാർ മിസ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ ബാച്ചിലേഴ്സിന്റെ ഒരു മെയിൻ ഭക്ഷണമായിരുന്നു ഒരു കാലത്ത് മാഗി. ഒരുവിധം വീടുകളിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, രാവിലത്തെ തിരക്കിനിടയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു മാഗി. എനിക്ക് തോന്നുന്നത് അവർ അങ്ങനെയുള്ള ആംഗിളുകൾ ആണ് അവർ ഫീച്ചർ ചെയ്തിട്ടുള്ളത്. അത് ഫീച്ചർ ചെയ്തിട്ടാണ് അവര് വി മിസ് യു മാഗി എന്നുള്ള സ്റ്റൈലിൽ അവർ ആ ഒരു ക്യാമ്പയിൻ അവതരിപ്പിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം വീണ്ടെടുക്കും. അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഒരു നിമിഷം ചിന്തിക്കും, അയ്യോ ഇത് നമ്മുടെ മാഗി ആയിരുന്നല്ലോ, നമ്മൾ ഉപയോഗിച്ചല്ലോ, വീണ്ടും വന്നല്ലേ എന്നുള്ള സാധനം നമുക്ക് സൈക്കോളജിക്കലി നമ്മളെ മൈൻഡിലേക്ക് അത് ഇൻജക്ട് ആവും. അപ്പോ അതായിരുന്നു ആ ഒരു ആ ഒരു മാഗി ക്യാമ്പയിന്റെ പ്രത്യേകത. അത് ഭയങ്കരമായിട്ടുള്ള റെഫറൻസ് കൂടിയാണ് ഒരു ബ്രാൻഡിനെ എങ്ങനെ തിരിച്ച് ഒരു ആഡിലൂടെ കൊണ്ടുവരാം എന്നുള്ള രീതി. ഏതായാലും വളരെ സന്തോഷമുണ്ട് അജേഷ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചതിന്. ആളുകൾക്കൊക്കെ തന്നെ കേൾക്കാൻ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ആ മേഖലയൊക്കെ. ഒരുപാട് നന്ദിയുണ്ട് വിശദമായി എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നെ. താങ്ക്സ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.